ഹായ് ഗൈസ്, തുർക്കി ഇപ്പോൾ ഇന്ത്യക്ക് അടുത്ത പ്രശ്നമായിട്ട് വന്നിരിക്കുന്നു. ഈ വട്ടം കൂട്ടുപിടിച്ചിരിക്കുന്ന പാകിസ്ഥാനല്ല, ബംഗ്ലാദേശിന്. ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മാപ്പെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് തുർക്കിയുടെ സഹായത്തോടെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുകയാണ്. ഇതെല്ലാം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് കംപ്ലീറ്റ് ആയിട്ടും നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് 1-2 ദിവസം കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്ലോഡ് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിന്റെ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയി നടക്കുന്ന ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് താഴെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ തന്നെ. അതായത് ഇത്രമാത്രം തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഒരു രാജ്യമുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല, തുർക്കി തന്നെയാണ്. അതായത് പാകിസ്ഥാനെക്കാട്ടിലും അതിഭീകരമായിട്ടുള്ള ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ തുർക്കി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ പ്രസിഡന്റായ എർഡഗൻ വന്നതിന് ശേഷം ലോകം ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ വരണമെന്ന് പണ്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ ലോകം മൊത്തം കീഴടക്കിക്കൊണ്ട് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ അതായത് ഇസ്ലാമിസ്റ്റ് തീവ്ര റേഡിക്കൽ ഐഡിയോളജിയിൽ ഈ ലോകം മൊത്തം വരണം എന്നുള്ളൊരു ഒറ്റ ചിന്താഗതിയോട് വർക്ക് ചെയ്യുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ഈ എർഡഗനാണ്. അതിൽ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് തുർക്കിയുമാണ്. അപ്പോൾ ഇവരുടെ ഐഡിയോളജി അതായത് ലോകം മൊത്തം മുസ്ലിംസ് ആവണം, അതുപോലെ തന്നെ ശരിയ കൊണ്ടുവരണം, ഇങ്ങനെയുള്ള തീവ്രവാദ ഇസ്ലാമിക് ഐഡിയോളജി. അതിനായിട്ട് ഈ തുർക്കി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം അതായത് ഈ മുസ്ലിം രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ അതായത് അവിടെ ശരിയ ലോ അല്ല ഉള്ളത്, അവിടെ അതിന് പകരമായിട്ട് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് ഒരു ഭരണമാണ് ഉള്ളത്. അതേപോലെ തന്നെ ബംഗ്ലാദേശ് എടുത്തു നോക്കുകയാണെങ്കിലും ഇവിടെ ശരിയ ലോ അല്ല ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എടുത്തുകൂട്ടി അവിടെയുള്ള ചെറിയ ചെറിയ ചെറുപ്പക്കാരെല്ലാം തന്നെ ഈ മത തീവ്രവാദത്തിന് മെല്ലെ മെല്ലെ ഇൻജക്ട് ചെയ്യലാണ് ഈ എർഡഗന്റെ പ്രധാനപ്പെട്ട പണി. ഇതിനായിട്ട് കോടികൾ ചെലവാക്കലാണ് ഈ എർഡഗൻ ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം നടന്നു. ഇതിലോട്ട് അതായത് ആയിരക്കണക്കിന് ഡ്രോണുകൾ അയച്ചതും ഇതേ തുർക്കി തന്നെയാണ്. പക്ഷെ അതൊന്നും തന്നെ ഇന്ത്യക്കെതിരെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്തപ്പോൾ അത് തുർക്കിക്ക് തന്നെയാണ് വലിയ നഷ്ടവും സംഭവിച്ചത്. ഇതെല്ലാം തന്നെ ഒരു അറ്റത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെന്റ് വിചാരിക്കുന്നത് അത് നമുക്കെതിരെ ചെയ്ത് ഈ തുർക്കിയെ എന്തുകൊണ്ട് ഇനിയും നമ്മുടെ നാട്ടിൽ നിർത്തണം. ഇതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് തുർക്കിയുടെ പ്രധാനപ്പെട്ട കമ്പനി 2008 തൊട്ട് ഇവിടെ വിമാനം ആ സർവീസിന്റെ ഉള്ള ഏകദേശം 9 എയർപോർട്ടിൽ നടത്തിക്കൊണ്ടിരുന്ന സെലിബി എന്ന് പറയുന്ന കമ്പനിയുടെ പെട്ടെന്നുള്ള സെക്യൂരിറ്റി റിവോക്ക് ചെയ്തു. ഇതിനെ തുടർന്ന് അവർ കോർട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ദേശ സുരക്ഷ കരുതിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇതിനു മുമ്പ് നമ്മൾ തുർക്കിക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തു. പക്ഷെ തുർക്കി നമ്മുടെ കൂടെ നിൽക്കാത്തതുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള ഡിസിഷൻ എടുത്തത്. ഇത് മാത്രമല്ല, ഇന്ത്യൻസ് എല്ലാം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നാഷണലിസ്റ്റ് ആയ പലരും ചെയ്തു. അതായത് തുർക്കിയിലോട്ട് പോകുന്ന കംപ്ലീറ്റ് അതായത് ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക, അതുപോലെ തന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക. ഇന്ത്യൻസ് കൂടുതലും അതായത് ഈ മാരേജ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന തുർക്കിയിലുണ്ട്, അവിടെ ഒരു ആഡംബരമായിട്ട് മാരേജ് എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുക. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് തുർക്കിക്ക് വലിയ താഴോട്ട് പോയി. എന്നാലും തുർക്കി അവരുടെ സ്റ്റാൻഡിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പാകിസ്ഥാന്റെ ഒപ്പം തന്നെ നിന്നു. പക്ഷേ ഇതുകൊണ്ട് എർഡഗനും തുർക്കിക്കും എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒപ്പം പാകിസ്ഥാന്റെ ഒപ്പമൊക്കെ നിൽക്കാം, പക്ഷെ പൈസ എവിടുന്നേലും വന്നാൽ മാത്രമല്ല ഇതിന് ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഈ തീവ്ര ഐഡിയോളജിക്ക്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന് ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ബംഗ്ലാദേശിൽ തുർക്കിന്റെ ഡയറക്റ്റ് സപ്പോർട്ട് ഡയറക്റ്റ് ഫണ്ടിങ് എല്ലാം കൊടുത്തുകൊണ്ട് സുൽത്താനി ബംഗ്ല എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്. അപ്പോൾ ഈ ഒരു NGOയ്ക്ക് ഫണ്ടിങ് മൊത്തം കൊടുക്കുന്നതും ഈ തുർക്കി തന്നെയാണ്. ഇപ്പോൾ ഈ യുനെസ് വന്നതിന് ശേഷം തുർക്കിയും പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ മുൻപത്തെ വീഡിയോ എല്ലാം ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ചൈനയിൽ പോയിട്ട് നോർത്ത് ഈസ്റ്റ് സൈറ്റിൽ അതിനെ ലാൻഡ് ലോക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യനെ വേണ്ടാത്ത രീതിയിൽ വലിച്ചിഴക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് യുനെസ്. അപ്പോൾ ഈ യുനെസ് ആണെങ്കിലും ഷെബാസ് ഷെരീഫ് ആണെങ്കിലും അതുപോലെ തന്നെ അസിം മുനീർ ആണെങ്കിലും തുർക്കിയുടെ പ്രസിഡന്റായ എർഡഗൻ ആണെങ്കിലും ഇതുങ്ങൾ മൊത്തം മൈൻഡിൽ തീവ്രവാദ ചിന്താഗതിയും കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ഈ NGO ഒരു വലിയൊരു മാപ്പ് പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ ഈ പബ്ലിഷ് ചെയ്ത മാപ്പ് അതായത് സാധാരണ അല്ല, അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ അക്സെപ്റ്റ് ചെയ്യാണ്, സ്കൂൾസുകൾ അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള അടുത്ത തലമുറയോട് പഠിപ്പിച്ചു വരികയാണ്. നമ്മുടെ അയൽ രാജ്യമായ ഇന്ത്യ ഇത്രയും സ്ഥലങ്ങൾ, ബംഗ്ലാദേശ് ഇത്രയും വലിയ സ്ഥലമായിരുന്നു, ഇതിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജിഹാദ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിനെ തിരിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ. ഇതിൽ നമ്മുടെ ത്രിപുര, മേഘാലയ, മണിപ്പൂർ, അസം, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ബീഹാർ, ബംഗാൾ തുടങ്ങിയ ആ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിനെയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാപ്പ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്
ഓൾറെഡി ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം നടക്കുമ്പോൾ, അതായത് നമ്മുടെ ചിക്കൻ നെക്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ബംഗ്ലാദേശ് ശ്രമിച്ചതായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഇപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ആംഡ് ഫോഴ്സിനെ കൂടുതലായിട്ടും ഈ സ്ഥലത്തോട്ട് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ കൃത്യമായ മെഷേഴ്സ് എടുത്തു വരികയാണ്. കാരണം ഈ തീവ്രവാദ ഐഡിയോളജിയുമായിട്ട് ഇതുങ്ങൾ മെല്ലെ ചിക്കൻ നെക്കിനെങ്ങാനും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. ബംഗ്ലാദേശിനും അറിയാം, അതായത് ഇന്ത്യയിലൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ബംഗ്ലാദേശിനെക്കാളും 10 ഇരട്ടിയെക്കാളിലും വലിയ ശക്തിയാണ് പാകിസ്ഥാൻ. പക്ഷെ പാകിസ്ഥാനാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള തീവ്രവാദ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് ഇപ്പോൾ വളരെയാണ്. ഇപ്പോൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മാപ്പ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പെല്ലാം തന്നെ ഏത് വകയിലാണെന്നറിയില്ല. ഇവർക്ക് ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥലവും ഇവരുടെയാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇത് ചൈനയുടെ ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തുർക്കിയത്തെ എർഡഗൻ ലോകം മൊത്തം ബംഗ്ലാദേശിലും ഇന്ത്യക്ക് ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലോട്ട് പറഞ്ഞു വരുന്നതിനുള്ള ശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇതിനെ കൃത്യമായി ഇതുവരെ എങ്ങനെ ടാക്കിൾ ചെയ്തോ അതേപോലെ ഈ തീവ്രവാദികളെ ഇനിയും ടാക്കിൾ ചെയ്യും എന്നുള്ളത് സംശയമില്ല.